റെസിപ്പി നിങ്ങൾക്ക് ഓൾറെഡി തമിഴ്നാട്ടിലൊക്കെ പിടിയിട്ടുണ്ടാവും. പ്ലം കേക്ക് ആണ്. നല്ല ഈസി ആയിട്ട് രുചികരമായ പ്ലം കേക്ക്. കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയെന്ന് ഞാൻ പറയില്ല, കാരണം അതിലും ടേസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഉണ്ട് കിട്ടുന്ന കേക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ കിട്ടുന്നത് ഈ ഇങ്ങനെ പൊടിഞ്ഞിട്ടുള്ള ഒരു ജാതി സാധനം. അപ്പൊ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് കിട്ടുന്നതെന്ന് ഒരിക്കലും പറയില്ല, കാരണം അതിലും ടേസ്റ്റ് നമ്മുടെ കേക്ക് 100% ഉറപ്പാണ്. പിന്നെ എൻ്റെ നമ്മൾ ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ ഞാൻ കുറച്ച് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. കുറച്ച് പേര് ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് ചിലർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അവർ പറഞ്ഞു ആ കേക്കിന്റെ റെസിപ്പി ഇടാൻ. പക്ഷെ ആ കേക്കിന്റെ റെസിപ്പി അല്ലാട്ടോ ഇത്. അത് ഞാൻ എന്തായാലും ഇടില്ല. ആ കേക്കിന്റെ റെസിപ്പി എന്തായാലും ഞാൻ ഇടില്ല, ഉറപ്പാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചിലപ്പോഴേ അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അവർ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് അയ്യോ നീ അന്ന് ഉണ്ടാക്കി തന്ന പോലത്തെ അല്ലല്ലോ എന്ന് പറയും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ആ കേക്ക് അല്ലാട്ടോ ഇത് വേറെ റെസിപ്പിയാണ്, അത് ഞാൻ ഇടില്ല, ഒന്നുകൂടി പറയൂ ആ റെസിപ്പി. അപ്പോൾ ബാക്കിയുള്ളവരും എല്ലാവരും എന്താ പറയുക ഈ റെസിപ്പി തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല. നല്ല വെണ്ണയുടെ മണവും ആ രുചിയൊക്കെ നവമിക്ക് കിട്ടും. നല്ലൊരു മണവും ഒക്കെ ഉള്ളൊരു കേക്കാണ്. തയ്യാറാക്കി നോക്കുക വേണം. അപ്പോൾ ഓവൻ ഇല്ലാതെ എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് 2 കൊല്ലം മുന്നേ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ. കുക്കറിൽ ഇത് ഞാനിപ്പോൾ ഓവനിലേക്ക് വെച്ചു. ബീറ്ററും ഒന്നും നമുക്കിതിന് ആവശ്യമില്ല. നിങ്ങൾ കപ്പിലാണ് അളവെടുക്കണമെങ്കിൽ കപ്പിലെ മെഷർമെന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമാണെങ്കിൽ ഗ്രാമും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വരെ നമുക്ക് ഗ്രാമിലെ മെഷർമെന്റ്സ് ആണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേക്കിന്. അതുകൂടി പറയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. ലേക്കാണ് കമ്പനിയാണ് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ റെസിപ്പി ഉണ്ടോ ഇഷ്ടാവതിരിക്കില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആദ്യം കേക്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ ആദ്യം ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഞാനിവിടെ ഇങ്ങനത്തെ കപ്പോളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അളവ് പറയാനാണെങ്കിൽ അളവ് കപ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ 250 ml കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചത്. അപ്പൊ പൊടി എടുത്തതല്ല കേട്ടോ ഞാൻ പറയണ അളവ് കപ്പിൽ നിങ്ങൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 ഗ്രാം പൗഡർ കിട്ടും ഷുഗറിന്റെ. അപ്പൊ നമുക്ക് അളവ് ഗ്രാമിൽ പറയാനാണെങ്കിൽ 100 ഗ്രാം ഷുഗർ മതി നമുക്ക്. അപ്പം അതിന് പകുതിയിൽ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ പാത്രത്തിലേക്ക്. എന്നിട്ട് തീ ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് ഉരുക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഒന്ന് ചൂടാവട്ടെ. കണ്ട പഞ്ചസാര ഉരുക്കി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്ര പോരാട്ടോ, നമുക്ക് നല്ല കളറാവണം, എന്നാലാണ് കേക്കിനും നല്ലൊരു കളർ കിട്ടുള്ളൂ. ഒന്നും കൂടി ഒന്ന് നമ്മുടെ പഞ്ചസാര ഒന്ന് കളർ മാറട്ടെ. ഈ കളറാവുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചോടനെ ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ വരും, പേടിക്കണ്ട. നോക്കിയും കണ്ടു ഒഴിച്ചോളൂട്ടോ, അടുത്ത് പോയി ഒന്നും ഒഴിക്കല്ലേ. അതൊന്ന് ചൂടായി വരുന്നതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 150 ഗ്രാം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മൈദപ്പൊടി എടുത്തതിൻ്റെ ഇത്തിരി കൂടുതൽ വേണം നമുക്ക് എപ്പോഴും നമ്മുടെ കറുത്ത മുന്തിരി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പലതരം ഫ്രൂട്ട്സ് അങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യാം. ഞാൻ എപ്പോഴും കറുത്ത മുന്തിരി ഒരു 150 ഗ്രാം, അതായത് 1.5 കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഒരു 1/4 കപ്പോളം, അതായത് ഒരു 75 ഗ്രാം ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ സോഡ പൊടി കേട്ടോ, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് തേൻ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതി, അധികം ആവണ്ട. 2 ടേബിൾ സ്പൂണ് തേൻ ചേർത്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഓറഞ്ചിന്റെ തൊലി കേട്ടോ. അതായത് ഇങ്ങനെ വെള്ളപ്പെടാതെ ഈ വെളുത്ത സംഗതി ആ സംഭവം പടരുത്, അവനെ മാറ്റി നിർത്തുക. എന്നിട്ട് ഈ ഓറഞ്ചിന്റെയും ഈ മുകളിലത്തെ തൊലിയുണ്ടല്ലോ ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ ചെത്തിരുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതൊന്ന് കുനുകുനാന്ന് കശകശയെന്ന് അരിഞ്ഞ് കഴിഞ്ഞ് ഈ പരിവായിട്ട് കിട്ടും നിങ്ങൾക്ക് കൊത്തി കഴിഞ്ഞാൽ. എന്നിട്ട് അതൊരു 1 ടേബിൾ സ്പൂണോളം വേണം. കുറെ ഉണ്ട് എന്തായാലും. 1 ടേബിൾ സ്പൂൺ ആ ഓറഞ്ചിന്റെ തൊലിയും പിന്നെ ഈ ഒരു ഓറഞ്ചിൽ നിന്ന് കിട്ടുന്ന നീര്, ഒരു ഓറഞ്ചിന്റെ നീര് അതും കൂടി ചേർത്ത് കൊടുക്കാം. കുരുപെടാതെ നോക്കിക്കോളാം കേട്ടോ. ഒരു ഓറഞ്ചിൽ നിന്ന് എടുത്ത ജ്യൂസും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുപെടരുത്. ആഹാ, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം ഇതിനി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ഫ്ലെയിം അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടി വിസ്ക് കാര്യങ്ങളോ ബീറ്റർ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. ഇങ്ങനത്തെ ഒരു വിസ്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാ ഒരു മരക്കയിൽ മതി. അപ്പൊ ഇത് എനിക്കൊരു വയ ആയതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഏത് വയെന്ന് വെച്ചാൽ സ്പൂൺ എന്താ എടുക്കുക. ഇതിനധികം ബീറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. അപ്പൊ 2 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം, വലിയ കോഴിമുട്ടയ്ക്കാണെങ്കിൽ ഒരു 65 ഗ്രാമിന്റെ ഒക്കെ മീതയ്ക്കുള്ള കോഴിമുട്ടയ്ക്കാണെങ്കിൽ 1 എണ്ണം മതിയാവും കേട്ടോ. ഇത് ചെറുതാ 46-43 ഗ്രാം വരുന്ന ടൈപ്പ്. അതിലും താഴെയുള്ള ചെറിയ കോഴിമുട്ടയായിരുന്നു. അപ്പൊ അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 എണ്ണം മതി. ഇനി ഇതിലോട്ട് നമ്മുടെ ബാക്കിയുള്ള പഞ്ചസാര ഉണ്ടല്ലോ, കരിക്കെടുത്തേലെ ബാക്കി പഞ്ചസാര, അതായത് ടോട്ടൽ ഇത് 100 ഗ്രാം പഞ്ചസാരയാണ് പൊടിച്ചത്. അതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്താ മോനെ നീ വീഴാത്തെ? ഇവനെ അങ്ങോട്ട് തട്ടിയിട്ടുള്ളത് നമുക്ക് കൈ കൊണ്ട് തന്നെ മാന്താം. പൊടിച്ച പഞ്ചസാര ചെയ്തോണ്ടേ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വീഴുന്നില്ല. അതെന്ത് ഇല്ലാട്ടെ. ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം മെല്ലെ മെല്ലെ ഇറക്കാട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുഖം ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്മസ് പാട്ടയുടെ പോലെയാവും. ഈ പൊടിയൊക്കെ അങ്ങോട്ട് ആകെ തെറിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അത് സൂക്ഷിച്ചോളൂ. പഞ്ചസാരപ്പൊടിക്ക് അങ്ങനെ ഒരു വൃത്തിയായിട്ട സ്വഭാവമുണ്ട്. നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിലേക്ക്
കേട്ടോ നല്ലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ 75 ഗ്രാം, അതായത് 75 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ, ഉപ്പില്ലാത്ത ബട്ടറാണ് 75 ഗ്രാം എടുത്തേക്കണേ. അപ്പോൾ അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് ഈ പാത്രത്തിൽ അധികം കുഴയ്ക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആ മുട്ടയുടെ മിക്സ് ഇപ്പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത്രയും മതി, അധികമൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞുതരാം. ഇത് ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദപ്പൊടി എന്ന് പറയുമ്പോൾ 100 ഗ്രാം വരും. അതുപോലെ ഇതിൽ നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആണ് ഇതിലേക്ക്. നേരത്തെ നമ്മൾ ചേർത്തത് സോഡാപ്പൊടി ആയിരുന്നു കേട്ടോ, അത് ആ മിക്സിൽ തന്നെ ചേർക്കുക. ഇതിൽ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ ഈ കിടക്കുന്നത് കൊക്കോ പൗഡർ ഞാൻ 1 ടീസ്പൂൺ എടുത്തേക്കണത്. പിന്നെ അതുപോലെ ഗ്രാമ്പൂ പൊടിച്ചത്, നമ്മുടെ ഗ്രാമ്പൂ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കേക്ക് ജീരകം എന്ന് പറയും, ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല ജീരകവും പെരുംജീരകവും അല്ല, ഇത് കേക്ക് ജീരകം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും, അതാണ്. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അയ്യോ, ഇതിലെവിടെ കറുവപ്പട്ട പൊടിച്ചത് ദേ കിടക്കുന്നു, മൂടിപ്പോയി ഇവിടെ. കറുവപ്പട്ട പൊടിച്ചതും ഇട്ടിട്ടുണ്ട് ഇതിൽ. ഞാൻ ഒരു 1/4 ടീസ്പൂണോളം കറുവപ്പട്ട പൊടിച്ചത് കേട്ടോ. ഇനി ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇത്തിരീശയായിട്ട് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ആ സംഗതിയിൽ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത സാധനമാണ്, അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇളക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇതിലേക്ക് നല്ല യോജിപ്പിച്ച് കൊടുക്കാം ഈ പൊടി. അപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഇട്ടിട്ട് ഇളക്കല്ല, അത് മറ്റേ കച്ചറ പരിപാടി കാണിക്കരുത്. ഇങ്ങോട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. ഒറ്റ ഡയറക്ഷനിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും. കണ്ടോ, ഇനിയിപ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, കണ്ടോ നല്ലോണം തണുത്ത് വരണം. അത്യാവശ്യം തണുക്കണം കേട്ടോ. വെള്ളം ചൂടുണ്ടായിട്ട് പ്രശ്നമില്ല, നല്ല കത്തണ ചൂടോളം ഒഴിക്കല്ലേ, പണി കിട്ടും. അപ്പോൾ ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആഹാ, നല്ലൊരു മണം. ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ്, ഒരു 2 നുള്ള് ഉപ്പ് ഇട്ടാ അധികാവല്ലേ. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കണ്ട അടിപൊളി കേക്ക് മിക്സ് ആണ് കേട്ടത്. നിങ്ങൾക്ക് വീടുകളിലൊക്കെ തയ്യാറാക്കി കഴിക്കാൻ. അപ്പോൾ ഇത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതി, അധികമായിട്ട് ഇളക്കണ്ട നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ മൈദപ്പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ ഇത്തിരി അരിവൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും, ഒത്തിരി പൊടിയുടെ അംശം. അപ്പൊ അതിലേക്ക് നമ്മുടെ ഒരു 2 പിടി അണ്ടിപ്പരിപ്പ്, കശുവണ്ടി 2 പിടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടി ഇങ്ങോട്ട് വേണ്ട, അതങ്ങോട്ട് തള്ളി മാറ്റുക. എന്നിട്ട് ഈ കശുവണ്ടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട് ഒക്കെ ചേർക്കാം. അപ്പോൾ ഇൻഡക്ഷൻ എടുത്ത് നോക്കിയപ്പോഴേ ഒരു കാറമണം അതിന് കുറെ നാളായി മേടിച്ചിട്ട് വാൾനട്ട്. അപ്പോൾ ഞാൻ അത് ഇട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ, പൊടിയിൽ തട്ടിയിട്ട് കൊടുത്താൽ അടിയിലേക്ക് പോയി അടിയിലാണ്, മുകളിൽ തന്നെ കിടക്കും. നമുക്ക് കടിക്കുമ്പോൾ ഓരോ കഷ്ണം കിട്ടും ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ പോയിട്ട് അടിയിൽ പോയിട്ട് ജാം പോകും. അപ്പോൾ ഞാൻ ടിന്ന് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മറ്റേ ചായ ആറ്റണ പോലെ അകലേന്ന് ഒഴിക്കല്ലേ, അടുത്ത് പിടിച്ചിട്ട് ഒഴിച്ചോളാം. ഈ അകലേന്ന് ചായ ആറ്റണ പോലെ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം പാളി പോകും. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു കുട്ടീനെ കൈകാര്യം ചെയ്യണ പോലെ പയ്യെ വേണം ഈ കേക്കിനെ കൈകാര്യം ചെയ്യാൻ. ഓക്കെ, ഇനി ഈ പാത്രേ നല്ല അങ്ങനെ അധികം ഞാൻ ഇവിടെ ഇട്ടിട്ട് കൊട്ടണില്ല. അത് സ്റ്റവ് ആണ്. ഞാൻ ഇപ്പത്തേക്ക് കൗണ്ടർ ടോപ്പ് വെച്ചിട്ട് കൊട്ടിയിട്ട് കാണിച്ചു തരാം. 4 സൈഡിലേക്കും കൊട്ടിയിട്ട് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ കാഷ്യൂ നട്ട്സ് വെക്കാം. അതുപോലെ നമ്മുടെ ചെറി അതിൻ്റെ നടുവോട് പൊട്ടിക്കാം. എന്നിട്ട് അതും അതിങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതുപോലെ നമുക്ക് പല വർണ്ണശബളമായ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അങ്ങോട്ട് വാരി വിതറിക്കും. അതിലൊന്നും ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഓക്കെ, ഇതിൽ പച്ചയില്ലല്ലോ കറക്കാവേ, പച്ച കാണാനില്ല. ഇത് ഇപ്രാവശ്യം കൊണ്ടുവന്നതിൽ ഓറഞ്ച് മഞ്ഞുള്ളൂ. ഓറഞ്ച് ഞാനത് എന്തെങ്കിലും ആട്ടെ, അതും കിടക്കട്ടെ, കുറച്ച് വാരി വിതറുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാണ്. 150 ഡിഗ്രി സെൽഷ്യസിൽ. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ പോണത് 45 മിനിറ്റ് ആണ്. ബിക്കോസ് ഇത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും. നിങ്ങളുടെ ഓവൻ അനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ നോക്കുക. ഒരു 35 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ സ്ക്വയർ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് നമ്മൾ കുത്തിയാലും വേവാത്ത പോലെ ഈ ഫ്രൂട്ട്സിന്റെ ആ ജ്യൂസ് അതുമായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അവിടെ തന്നെ വെക്കല്ലേ കേട്ടോ. അപ്പോൾ കരിഞ്ഞ് കരിക്കുറ്റാവും. ഏകദേശം നമുക്ക് കാണുമ്പോൾ അറിയാലോ ഈ അരിയൊക്കെ വിട്ടിട്ട്. അപ്പോൾ ഞാൻ അധികം വർത്തമാനം ഒന്നും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ ഓവൻ്റെ ഉള്ളിൽ കുത്തി കയറ്റിട്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. റെഡ് മണിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്ലം കേക്ക് ഉണ്ട് കണ്ടോ. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ബട്ടറൊക്കെ നല്ല ചേർത്തോണ്ട് ആ എണ്ണയുടെ ഒക്കെ രുചി കറക്റ്റായിട്ടുണ്ടാവും നമ്മുടെ കേക്കുമ്പോൾ. ഓടാൻ പോലെ കണ്ട
കണ്ടാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പ്ലം കേക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല, അതിൻ്റെ അരിയൊക്കെ നോക്കി ഇനി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ചൂടുണ്ട്, പിറ്റത്തെ ദിവസത്തേക്ക് എടുക്കാണ് മുറിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു കഷ്ണം അപ്പം തന്നെ മുറിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ട. കത്തി വെക്കുമ്പോഴത്തേന് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കത്തി. അല്ല, നമ്മുടെ കത്തിന്നേ നമ്മുടെ കേക്ക് കണ്ട. നമുക്ക് ഇങ്ങോട്ട് മുറിച്ചെടുക്കാം ഒരു പീസ്. ചൂടോടെ ആകുമ്പോൾ കേക്ക് പൊടിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് ഉണ്ട്, നല്ല പൊടിയും. നോക്കിയേ നല്ല ചൂടുണ്ട് ഇപ്പോഴും. ഉള്ളിലേക്കൊക്കെ നല്ല ഫ്രൂട്ട്സ് ആയിട്ട് ഉണ്ടോ, നിങ്ങൾക്ക് കാണാനുണ്ട്, സൂമായണോ കണ്ടോ. നല്ല സോഫ്റ്റും ഉണ്ട് കേക്ക് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അമർത്തുന്നില്ലേ, ചൂടാറിയിട്ടില്ല. ഇപ്പം തന്നെ ടിന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുള്ളൂ. നല്ല മണം വരുന്നുണ്ട്. ഒരു കഷ്ണം ഒന്ന് കണ്ടോ, തൊടുമ്പത്തേന് നല്ല സോഫ്റ്റായിട്ട് നല്ല മുന്തിരിയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. എല്ലാ ടേസ്റ്റും ഉണ്ട്. പട്ട ഗ്രാമ്പൂ കണ്ടോ, അങ്ങനെ തൊടുമ്പത്തേനും ഇങ്ങനെ അടർന്നു പോരും നമ്മുടെ കേക്ക്. അത്രയും സോഫ്റ്റാണ്. നാളത്തേക്ക് പിന്നെ പറയണ്ടഞ്ഞി. പിന്നെ ഇനി മീത വൈനൊക്കെ പുരട്ടി എടുത്ത് വെച്ച് 2-3 ദിവസമൊക്കെ കെട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ അതിലേറെ പൊളിക്കും. ഉള്ളിൽ ഓവർ കുക്ക് ആയിട്ടില്ല. നമ്മുടെ ഫ്ലോറൊന്നും പൊടിയിട്ടതൊന്നും ഓവർ കുക്ക് ആയിട്ടില്ല. കറക്റ്റ് പരിവാണ്. മെയിനായിട്ട് പ്ലം കേക്കിൻ്റെ ടെമ്പറേച്ചർ, അതായത് നമ്മൾ വയ്ക്കുന്ന ചൂട് കറക്റ്റാണ്. അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ചൂട് കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് വേവായി വരുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും വേവിക്കണം. അങ്ങനെ വേവിക്കുമ്പോൾ മുകൾ വശം ഹാർഡായിട്ട് വരും. അതൊക്കെ ഉള്ളിൽ ഈ മാവുണ്ടല്ലോ ഡബ്ബർ പോലെയും റബ്ബർ പോലെയാവും ഇതിൻ്റെ ഉള്ളിലത്തെ മാവ്. അപ്പം അത് കേക്കിന് രുചി കുറയ്ക്കും എപ്പോഴും. അപ്പം വേവ് കറക്റ്റ് സമയത്തിന് ഉള്ളിലായിരിക്കണം നമുക്ക്. അതിന് പാത്രം നിങ്ങൾ ചെറുതെടുക്കുമ്പോൾ അടിയിലേക്ക് വേവ് വരാൻ സമയം എടുക്കും. അപ്പം അത്യാവശ്യം ഒരു വട്ടമുള്ള പാത്രം എടുക്കുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തേക്കും വേവ് ഒരുപോലെയായിട്ട് കിട്ടുള്ളൂ. ഈ കൂന പോലത്തെ വലുതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് അത് വെന്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയായിരിക്കാം. എങ്കിലും ഞാൻ പറയാണ്, അടിയിലധികം വേവില്ല നടുവശമൊന്നും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളാം. കണ്ടോ, ആ വേവ് കറക്റ്റ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് കഴിക്കാൻ അടിപൊളിയാണ്. അത്ര പറയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളി കേക്കാണ്, മുന്തിരിയൊക്കെ ആയിട്ട് നല്ല സ്വാദാണ് കഴിക്കാനും. അപ്പം നമ്മുടെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചോളോ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.